അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കക്കൂസുംകുയിൻ്റെയൊക്കെ സ്ഥാനത്തിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും കക്കൂസുംകുയി ചെയ്യുന്നതിൻ്റെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് അതൊക്കെ പരിഗണിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കക്കൂസുംകുയി നമുക്ക് എന്തായാലും ഒരു വീട്ടിൽ ആവശ്യമാണ്. അതുണ്ടെങ്കിലേ നമുക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി വീടിന് പെർമിറ്റിന് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്ഥാനമൊക്കെ കാണിക്കാറുണ്ട്, പെർമിറ്റിൽ വരച്ച് കാണിക്കാറുണ്ട്. പക്ഷേ അവിടെ നിന്നല്ല നമ്മൾ പിന്നീട് ചിലപ്പം വീട് ആയി വരുമ്പം കക്കൂസുംകുയിൻ്റെ സ്ഥാനം വരിക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട് സാധാരണ രീതിയിൽ വീട് ഏകദേശം പണി കഴിഞ്ഞൊരു പ്ലംബിങ്ങിൻ്റെയൊക്കെ ഘട്ടത്തിലായിരിക്കും നമ്മൾ കുഴീനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ കുഴീൻ്റെ സ്ഥാനമൊക്കെ തരിക. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ JCB കൊണ്ട് കുഴിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇത് വരും. ഇനി കുറച്ച് ഉറച്ച പാറുള്ള സ്ഥലം, കല്ല് വെട്ടുന്ന പാറാണെങ്കിൽ നമ്മളിപ്പോൾ മെഷീൻ കൊണ്ട് കുഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ട്രാക്ടറൊക്കെ വരാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നമ്മൾ ഓൾറെഡി വീടായി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും ചെയ്യും. കുഴിച്ച് മണ്ണ്, അതേപോലെ തന്നെ കുഴിച്ചിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനൊക്കെ കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ വീട് ഏകദേശം സ്ട്രക്ചറൊക്കെ കഴിഞ്ഞ് ചെയ്യുമ്പം നമ്മുടെ അടുത്ത് പൈസക്കൊക്കെ ചിലപ്പോൾ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കുഴിയൊക്കെ ആക്കിയിട്ട് മാറും. അപ്പോൾ വീടിന് നമ്മൾ കക്കൂസുംകുയി അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാനാക്കി നമ്മളതിൽ വീട് ചെയ്യാൻ തറ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശരിക്ക് കക്കൂസുംകുയിൻ്റെ സ്ഥാനം കറക്റ്റാക്കി കക്കൂസുംകുയിൻ്റെ പണി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം തന്നെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ, അവരിപ്പോൾ ഏകദേശം സ്ട്രെച്ചറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, തേപ്പിൻ്റെ ഒക്കെ ഏകദേശം ആയി വരണം. അപ്പോൾ ഒരു കക്കൂസുംകുയി കുഴിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ കിണർ ഉണ്ട്, അതുകൊണ്ട് അവിടെ കുഴിക്കാൻ പറ്റില്ല. അവർ കുഴിച്ച സ്ഥലം പിന്നീട് അടുത്ത വീട്ടുകാരൻ വന്നാണ്ട് കുഴിക്കാൻ പറ്റില്ല, കിണർ നമുക്ക് അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവരിപ്പോൾ വീട് പണി തുടങ്ങിയിട്ട് 2 വർഷമായി. പക്ഷേ കിണർ കുഴിക്കുന്ന ഇപ്പോൾ കിണറുണ്ടെന്ന് പറഞ്ഞ വീട്ടുകാർ ഇപ്പോൾ ഈ മാർച്ചിലാണ് അവർ കിണർ കുഴിച്ചത്. അപ്പോൾ ഇവർക്ക് അവിടെ കുഴിക്കാൻ പറ്റില്ല. കാരണം കിണറിൽ നിന്ന് സാധാരണ രീതിയിൽ 1.5 മീറ്റർ എന്തായാലും നിയമപരമായിട്ട് പാലിക്കണം. പിന്നെ മാത്രമല്ല, നമുക്കിപ്പോൾ നല്ല അകലം പാലിക്കൽ നിർബന്ധമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണല്ലോ ഈ കോളി ബാക്ടീരിയ ഒക്കെ ഒരുപാട് കിണറിൽ കലർന്നിട്ടുള്ള പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, ഒരുപാട് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ 5 സെൻറ്റ് 6 സെൻറ്റ് അതിലൊരു കിണറുണ്ടാവും, അതിൽ തന്നെ ഒരു കക്കൂസുംകുയിയും ലീച്ച് പിറ്റും അങ്ങനത്തെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒക്കെ കുഴികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൃത്യമായിട്ട് കിണറുന്ന അകലം പാലിക്കണം. സാധാരണ ഇപ്പോൾ നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിൽ പ്ലാൻ ആക്കുന്ന സമയത്ത് തന്നെ, ഇപ്പം നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ പ്ലാൻ ആക്കുന്ന സമയത്ത് തന്നെ എവിടെയാണ് കക്കൂസുംകുയി ചെയ്യേണ്ടതെന്നുള്ളതിനെ പരിഗണിക്കും. അത് മാത്രമല്ല, തൊട്ടടുത്ത വീട്ടിൽ കിണർ എവിടെ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട്, ഇപ്പോൾ വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശാസ്ത്രമൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കതിൽ സ്ഥാനം, ഇപ്പോൾ ഒരാൾ കിണറിൻ്റെ സ്ഥാനം വന്നതിൻ്റെ അടുത്ത് എന്തായാലും സ്ഥാനം വരില്ല. സ്ഥാനം, കിണറിൻ്റെ സ്ഥാനം, കക്കൂസുംകുയിൻ്റെ സ്ഥാനമൊക്കെ പരിഗണിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല. കാരണം അതങ്ങനെയാണ് വീടിൻ്റെ ആ പറമ്പിൻ്റെ കിടപ്പിനനുസരിച്ച് അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ കക്കൂസുംകുയി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ അവർക്കുണ്ടായ പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ നമ്മളുണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ കക്കൂസുംകുയി തറ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് തന്നെ തറക്കനുസരിച്ച് എവിടെയാണോ നമ്മളെ കക്കൂസുകൾ വരുന്നത്, അപ്പോൾ അതിന് നമുക്കൊരു നല്ല കൃത്യമായ സ്ഥാനം കണ്ടെത്തി ഇപ്പോൾ നമ്മൾ എന്തായാലും കിണർ കുഴിക്കും. അപ്പോൾ കിണറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട് ചിലപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ തുടങ്ങുകയാണെങ്കിൽ കിണർ നമ്മൾ ചിലപ്പം അടുത്ത മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോഴായിരിക്കും കിണർ കുഴിക്കാൻ തുടങ്ങുക. അപ്പോൾ ചിലപ്പോൾ വീടിൻ്റെ പണി ഏകദേശം ആയതിൻ്റെ ശേഷമായിരിക്കും കിണർ കുഴിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ കിണറിന് സ്ഥാനം അവിടെ കണ്ടുവച്ചതിൻ്റെ ശേഷമായിരിക്കും ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കക്കൂസുംകുയിക്ക് സ്ഥാനം കണ്ടുവെക്കൽ മാത്രമല്ല, കക്കൂസുംകുയി കുഴിക്കണം. അപ്പോൾ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ കക്കൂസുംകുയിൻ്റെ വാർപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ പിന്നൊന്നും കുഴിക്കേണ്ടി വരില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചില സ്ഥലത്ത് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചറൊക്കെ ആയതിൻ്റെ ശേഷമാണ് കുഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മണ്ണുണ്ടാവും, അത് ഇടാനൊരു സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പല ആളുകളും നമ്മൾ കാണുന്നതാണ്, അവർ തറയിൽ കുഴിക്കാൻ വേണ്ടിയിട്ട്, തറ നിറക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നുണ്ടാവും. പക്ഷേ പിന്നീട് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ കക്കൂസ് കുഴിക്കുന്ന സമയത്ത് ബാക്കി വരുന്ന അവിടുന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണ് പിന്നെ നമുക്ക് കളയാൻ സ്ഥലമില്ല. അതൊക്കെ പല സ്ഥലത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ തറനോട് കൂടെ തന്നെ നമ്മൾ കക്കൂസുംകുയി തീരുമാനിച്ച് അതിൻ്റെ സ്ഥാനമൊക്കെ കറക്റ്റാക്കി കെട്ടുകയാണെങ്കിൽ അത്
ആ സ്ഥാനം തന്നെ പെർമിറ്റിലും കാണിക്കുക. അപ്പോൾ നമ്മൾ കുഴിക്കുന്ന ആ സ്ഥാനം തന്നെ പെർമിറ്റിലും കാണിച്ചാൽ ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ വീട് പൂർത്തിയാവുന്നതിന് മുമ്പ് ആരെങ്കിലും അപ്പുറത്ത് അടുത്ത പറമ്പിൽ കിണറൊക്കെ കുഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നമ്മൾ ഓൾറെഡി പെർമിറ്റ് എടുത്തുകൊണ്ട് അവരോട് നമുക്ക് പറയാൻ പറ്റും, നമ്മളെ കക്കൂസ് ഇവിടെ ഉണ്ട്, കക്കൂസിൻ്റെ കുഴി നമ്മൾ ഇവിടെയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളൊരു 1.5 മീറ്റർ വിട്ട് കുഴിച്ചോളിന്ന്. അല്ലെങ്കിൽ ആദ്യം കിണറാണ് കുഴിക്കുന്നത്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1.5 മീറ്റർ വിടേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഈ 6 സെൻറ്റ് 7 സെൻറ്റ് 10 സെൻറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന വീടുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ 4 ഭാഗത്തും 4 വീടുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കിണറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കക്കൂസ് കുഴിക്കാനുള്ള സ്ഥലം ഇല്ലാതായ സ്ഥലങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ചെയ്യുകയാണെങ്കിൽ തറപ്പണി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതും ചെയ്യാം. ഇനിയിപ്പോൾ കരാറാണെങ്കിൽ ആ കരാറിൽ തന്നെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലായിട്ട് അത് പണി നടക്കുകയും ചെയ്യും, നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും. പിന്നീട് ഇപ്പോൾ നല്ല സൈഡൊക്കെ സ്ഥലം വിട്ടിട്ടുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ള അവർക്ക് ആ ഭാഗത്തല്ലാതെ പിന്നെ കുഴിക്കണം എന്നുണ്ടെങ്കിൽ സൈഡിലൊന്നും സ്ഥലമില്ല. പിന്നെ അവരിപ്പോൾ തൽക്കാലം കിണർ വേണ്ടാന്ന് വെച്ചിട്ട് കിണർ കുഴിക്കാൻ വെച്ച സ്ഥലത്ത് കിണർ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ കക്കൂസും കുഴിക്കുകയാണ് ചെയ്യുന്നത്. കിണർ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിൽ കുഴിക്കാന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, നമ്മൾ ആദ്യം തന്നെ കറക്റ്റായിട്ട് തറ കെട്ടി അല്ലെങ്കിൽ തറ കെട്ടുന്ന സമയത്ത് തന്നെ കക്കൂസിൻ്റെ കുഴികൾ ലീച്ച് പിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ, നമുക്ക് അതിലുള്ള മണ്ണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ ആ കരാറിൽ തന്നെ ആ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മൾ വീട് ചെയ്യുന്ന എല്ലാവരും പരിഗണിക്കേണ്ട ഒരു വിഷയം ആണിത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒറ്റക്കുഴി എന്നുള്ളത് സെറ്റപ്പ് നമ്മൾ ഒഴിവാക്കേണ്ട കാലം എത്രയോ കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്കോളി ബാക്ടീരിയ നമ്മളെ തന്നെ വീടുകൾ ഇപ്പം ഒരു 10 സെൻറ്റാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അധികം മാക്സിമം 10 സെൻറ്റാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ഒരു കക്കൂസിൻ്റെ കുഴി, കിണർ, പിന്നെ വേസ്റ്റ് വെള്ളം ഇടുന്ന ഒരു സ്ഥലം, പിന്നെ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്ഥലം പിന്നെ ബാക്കി വീടും. പിന്നെ നമ്മൾ പറമ്പിലേക്ക് വെള്ളം വരാനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഈ 10 സെൻറ്റിൽ തന്നെ നമ്മളെ വീട് നിറഞ്ഞു നിൽക്കും. പിന്നെ ബാക്കി വെള്ളം നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടിട്ടും മേലെ ഷീറ്റ് ഇട്ടിട്ടൊക്കെ വെള്ളം പറമ്പിലേക്ക് വരുന്നത് പിന്നെ ഒക്കെ പുറത്തേക്കായിരിക്കും ഒഴുകി പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കക്കൂസിന് അകലം പാലിച്ചില്ലെങ്കിൽ ഈ കക്കൂസിൻ്റെ വെള്ളമായിരിക്കും നമുക്കിങ്ങനെ നമ്മളെ പറമ്പിൽ ആകെ വരുന്നൊരു വെള്ളത്തിൻ്റെ സ്രോതസ്സ്. അപ്പോൾ പരമാവധി കിണറൊക്കെ കുഴിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിണറിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ വിട്ട് കുറച്ച് വെള്ളമൊക്കെ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ചില വീടുകളിൽ, ഇപ്പോൾ ഞാൻ ഇന്നലെ പോയൊരു വീടുകളിൽ തന്നെ കണ്ടതാണ്, അവിടെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം, അതായത് മേലെന്നുള്ള വെള്ളമൊക്കെ കൃത്യമായിട്ട് പൈപ്പിട്ട് പുറത്തേക്കാണ് കളയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ വരെ കിണറുണ്ട്, ആ കിണറിൻ്റെ ആ ചുറ്റുഭാഗത്തേക്ക്, കിണറിലേക്കല്ല കിണറിൻ്റെ അടുത്ത്, ഇപ്പോൾ കിണർ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഒരു മഴക്കുഴിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കിണറിലെ വെള്ളം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ കിണറിൻ്റെ പരിസരത്തേക്ക് തന്നെ, ഇപ്പോൾ നമ്മൾ മേലെ നിന്ന് വരുന്ന വെള്ളം കിണറിൻ്റെ പരിസരത്തേക്ക് തന്നെ വിട്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് കാലിപ്പറമ്പുണ്ടെങ്കിൽ ആ കാലിപ്പറമ്പിലേക്ക് ആ വെള്ളം അതിങ്ങനെ വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണം, നമ്മളെ പറമ്പിലെപ്പോഴും വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീരെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ കക്കൂസിൻ്റെ കുഴി ചെയ്യുമ്പോൾ നമ്മൾ കിണർ, വെള്ളം, അടുത്ത കിണർ, തൊട്ടടുത്തുള്ള ആളെ പിന്നെ കക്കൂസിൻ്റെ കുഴി, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെ നമ്മൾ തറ ചെയ്യുന്ന സമയത്ത് തന്നെ അതും കൂടി പരിഗണിച്ച് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ വീടെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എല്ലാ കാര്യത്തിലും ബർക്കത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.